ഒരിക്കൽ കാട്ടിലെ രാജാവായ സിംഹം കുറുക്കനോട് പറയുകയാണ്, എനിക്ക് വല്ലാതെ വിശക്കുന്നു, എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുതരൂ, അല്ലെങ്കിൽ ഞാനിപ്പൊ നിന്നെ കൊന്ന് തിന്നും എന്ന്. അങ്ങനെ കുറുക്കൻ നേരെ പോയത് കഴുതയുടെ അടുത്തേക്കാണ്. കുറുക്കൻ പറഞ്ഞു, സിംഹരാജൻ നിന്നെ ഈ കാട്ടിന്റെ അടുത്ത രാജാവായി വാഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് ഞാൻ വന്നത്. അങ്ങനെ കഴുത ആ കാട് മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാവാകുന്ന സ്വപ്നവും കണ്ടുകൊണ്ട് കുറുക്കന്റെ കൂടെ നടന്നു. സിംഹത്തിന്റെ മുന്നിൽ കഴുത എത്തിയ ഉടനെ തന്നെ സിംഹം കഴുത അറ്റാക്ക് ചെയ്തു. ഒറ്റക്കടിക്ക് കഴുതയുടെ ചെവി സിംഹത്തിന്റെ വായിലായി. പേടിച്ചരണ്ട കഴുത അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പൊ കുറുക്കൻ പിന്നാലെ പോയി. കഴുത പറയുകയാണ്, എന്നോട് നീ കളവ് പറഞ്ഞില്ലേ, സിംഹരാജൻ എന്നെ ആക്രമിച്ചത് കണ്ടില്ലേ? അപ്പൊ കുറുക്കൻ പറഞ്ഞു, ഇല്ല, രാജാവായി വാഴിക്കുമ്പോ നിന്റെ തലയിൽ കിരീടം വെക്കണ്ടേ? അപ്പൊ കിരീടം വെക്കുന്നതിന് നിന്റെ ചെവികൾ തടസ്സമായതുകൊണ്ടാണ് സിംഹരാജൻ അത് കടിച്ചു മുറിച്ച് മാറ്റിയത്. നീ ഒന്നുകൂടി എന്റെ കൂടെ വരൂ, നിന്നെ രാജാവാക്കാം. അങ്ങനെ കഴുത വീണ്ടും കുറുക്കന്റെ കൂടെ രാജാവിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. കഴുതയെ കണ്ട ഉടനെ തന്നെ സിംഹം വീണ്ടും ചാടി വീണു. ഇത്തവണ കടി വീണത് കഴുതയുടെ വാലിലായിരുന്നു. വീണ്ടും കഴുത എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കുതറി ഓടുകയാണ്. കുറുക്കൻ പിന്നാലെയും. അടുത്തെത്തിയപ്പോ കഴുത പറഞ്ഞു, നീ വീണ്ടും എന്നോട് കളവ് പറഞ്ഞു. അപ്പൊ കുറുക്കൻ പറഞ്ഞു, രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് നിന്റെ വാല് നിനക്കൊരു തടസ്സമാണ് എന്നുള്ളത് കൊണ്ടാണ് ആ വാല് കട്ട് ചെയ്ത് നിന്നെ സഹായിക്കാൻ സിംഹരാജൻ ശ്രമിച്ചത്. അതുകൊണ്ട് നീ ഒരിക്കൽ കൂടി എന്റെ കൂടെ വാ, ഉറപ്പായും നിന്നെ ഈ കാട്ടിന്റെ രാജാവായി സിംഹം വാഴിക്കും. അങ്ങനെ അതും വിശ്വസിച്ച് കഴുത വീണ്ടും സിംഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. കഴുതയെ കണ്ട ഉടനെ തന്നെ സിംഹം ചാടി വീണു. കടി വീണത് കൃത്യം കഴുതയുടെ കഴുത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ കഴുത രാജാവിന്റെ കഥ അവിടെ അവസാനിച്ചു. ശേഷം സിംഹം കുറുക്കനോട് പറയുകയാണ്, വെൽ ഡൺ, നീ നല്ല ജോലിയാണ് ചെയ്തത്. ഇനി ഈ ഇരയുടെ തോലുരിച്ച് ഇതിന്റെ ബ്രെയിനും ഹാർട്ടും ലിവറും ലങ്സും എനിക്ക് കൊണ്ടുതരണം. അങ്ങനെ കുറുക്കൻ കഴുതയുടെ തോല് പൊളിച്ചു. ആദ്യം തന്നെ ബ്രെയിൻ എടുത്ത് കഴിച്ചു. ശേഷം ബാക്കി വന്ന ലിവറും ഹാർട്ടും ലങ്സും ഒക്കെ സിംഹരാജാവിന് കൊണ്ടുകൊടുത്തു. സിംഹം ചോദിച്ചു, എവിടെ ഇതിന്റെ ബ്രെയിൻ? എനിക്ക് നീ ബ്രെയിൻ തന്നില്ലല്ലോ. അപ്പൊ കുറുക്കൻ പറയുകയാണ്, ഈ കഴുതയ്ക്ക് ബ്രെയിൻ ഇല്ലായിരുന്നു രാജാവേ. ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ തവണ അങ്ങ് ഇതിന്റെ ചെവി കടിച്ചു മുറിച്ചിട്ടും രണ്ടാമത്തെ തവണ വാല് കടിച്ചു മുറിച്ചിട്ടും മൂന്നാമത്തെ തവണയും രാജാവാകുന്നതും സ്വപ്നം കണ്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. സിംഹം പറഞ്ഞു, അത് ശരിയാണല്ലോ. അങ്ങനെ കഴുതയെ പോലെ സിംഹവും കുറുക്കൻ പറഞ്ഞത് വിശ്വസിച്ചു. മോറൽ: ചുറ്റും ഒരുപാട് കുറുക്കന്മാരും സിംഹങ്ങളും കഴുതകളുള്ള ഈ ലോകത്ത് ചതിക്കപ്പെടാതിരിക്കാൻ പാകത്തിൽ ജ്ഞാനിയായിരിക്കുക, യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ പാകത്തിൽ ശക്തനായിരിക്കുക, കബളിപ്പിക്കപ്പെടാതിരിക്കാൻ പാകത്തിൽ സമർത്ഥനായിരിക്കുക. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.